ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 13-ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ അതിഥികളെ സ്വീകരിച്ചിരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജലം, ആഹാരം, വസ്ത്രം, പാർപ്പിടം തേടി വരുന്ന ഒരുവൻ അവരുടെ പഴയ അവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്നു. അവർ ഈജിപ്തിൽ പരദേശികളായി ജീവിച്ച ഒരവസ്ഥയെ. ഇന്നത്തെ 1-ാം വായനയിൽ ശൂനംകാരിയായ സ്ത്രീ പ്രവാചകനായ ഏലീശയ്ക്ക് സ്വഭവനത്തിൽ ഒരു മുറി നൽകുകയും അവനെ പരിചരിക്കുകയും അവന് വേണ്ട ആഹാരവും വെള്ളവും നൽകുക വഴി അവൾ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. ഇതുപോലെ തന്നെ പൂർവ്വപിതാവായ അബ്രഹാമും ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. 3 ദൈവദൂതന്മാരെ സ്വഭവനത്തിലേക്ക് സ്വീകരിക്കുകയും അവർക്ക് വേണ്ട വെള്ളവും ആഹാരവും നൽകിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തപ്പോൾ ദൈവദൂതന്മാർ പറയുന്നുണ്ട്, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ സോദോം ഗൊമോറയും നശിപ്പിക്കുവാനായിട്ട് ദൈവദൂതൻ വന്നപ്പോൾ ലോത്ത് അവരെ സ്വീകരിക്കുകയും സ്വഭവനത്തിലേക്ക് അവരെ ആനയിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ആഹാരവും നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതറിഞ്ഞ സോദോം നിവാസികൾ, യുവാക്കൾ തുടങ്ങി വൃദ്ധരായവർ വരെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ലോത്തിനോട് പറയുന്നുണ്ട് അവരെ ഞങ്ങൾക്ക് വിട്ടു തരുവാനായിട്ട്. അപ്പോൾ ലോത്ത് നൽകുന്ന മറുപടി ഇപ്രകാരമാണ്, അവരെ ഒന്നും ചെയ്യരുത്. പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഇതറിഞ്ഞ ദൈവദൂതന്മാർ ലോത്തിനെ ഭവനത്തിലേക്ക് വലിക്കുകയും വാതിൽ അടയ്ക്കുകയും ഒപ്പം പുറത്തു നിന്നിരുന്ന പുരുഷന്മാർ അന്ധകാരത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അവരെ ശുശ്രൂഷിച്ചപ്പോൾ ലോത്തും മക്കളും രക്ഷ പ്രാപിക്കുന്നുണ്ട്. നാം മറ്റുള്ളവരെ പരിചരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ ആഗ്രഹങ്ങൾ നിറവേറ്റി തരികയും നമ്മളെ നിത്യനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ആ ഒരു പാരമ്പര്യം പോലും, ആ ചോദ്യം പോലും ആരും ഉന്നയിക്കുകയും ചെയ്യുന്നില്ല, ചോദിക്കുകയും ചെയ്യുന്നില്ല. ഈശോയും അന്ത്യത്താഴ വേളയിൽ നമ്മോടും പഠിപ്പിക്കുന്നതും നമുക്ക് കാണിച്ചു തന്ന മാതൃകയും ഒരു ശുശ്രൂഷയുടെ മനോഭാവമാണ്. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുക വഴി അവൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എപ്രകാരം ശുശ്രൂഷ ചെയ്യണമെന്ന്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു, എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു. മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെയാണ് നാം ചെയ്യുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, ദാഹിച്ചവരായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നവരോട് നാം ഒരു ഗ്ലാസ് വെള്ളം നീട്ടിയിട്ടുണ്ട്. ആഹാരം ചോദിച്ചവരോട് കൈനിറയെ ആഹാരം കൊടുക്കുവാനായിട്ട്, ഒരു പൊതിച്ചോറ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുള്ളൂ, നാം ദൈവത്തിനും അത് നേരുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. ശുശ്രൂഷയുടെ മനോഭാവം വളർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.